ഇത് മൂക്കില് പ്രധാനമായിട്ടും മൂക്കില് ശക്തിയായിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിനും ബ്രെയിനിനും ഇടയ്ക്കുള്ള ഒരു വളരെ തിൻ ബോണുണ്ട്. അപ്പൊ ഈ ബോണ് ഭയങ്കരമായിട്ട് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊട്ടൽ വീഴുകയും അതിൽ നിന്ന് ബ്രെയിനിൽ നിന്നുള്ള ഫ്ലൂയിഡ് മൂക്കിൽ കൂടെ ഒക്കെ പോകുന്ന അവസ്ഥ വരാം. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. CSF റൈനോറിയ എന്ന് പറയുന്ന അവസ്ഥ, അത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് തലയോട്ടിൽ നിന്ന് മൂക്കിൽ കൂടെ പോകുന്ന ഒരവസ്ഥയൊക്കെ വരാറുണ്ട്. പിന്നെ അത് കഷ്ടാലത്തിന് ചിലതൊക്കെ ആണെങ്കിൽ കണ്ണിലോട്ട് അതിന്റെ ബ്ലീഡിങ് എല്ലാം വരാം. അല്ലെങ്കിൽ ഈ പൊട്ടിയ ബോണ് കണ്ണിനകത്തോട്ട് പ്രസ് ചെയ്തിട്ട് കണ്ണിന്റെ മൂവ്മെന്റിനെ, അതായത് അപ്പം 1-2 കാണുന്ന ഒരു അവസ്ഥയൊക്കെ വരാം, ഡിപ്ലോപ്പിയൊക്കെ വരാം. പിന്നെ അപൂർവം ചിലപ്പോൾ ഇതൊക്കെ ഈ മൂക്കിലടിക്കുന്ന സ്ഥാനത്ത് തന്നെ കണ്ണിലും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ കാഴ്ചയെ അത് നേരിട്ടും ബാധിക്കാം. അതുകൊണ്ട് ഇതൊരു നിസ്സാര പ്രശ്നമൊന്നുമല്ല. പക്ഷെ പ്രത്യേകിച്ച് ഒരു പ്രഷറിന്റെ രോഗമുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ആസ്പിരിൻ പോലുള്ള രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്ക്, ഇവർക്കൊക്കെ ഈ മൂക്കിനകത്തൊരു പൊട്ടൽ, ഈ സാധാരണ ബോണിന്റെ പൊട്ടൽ തന്നെ വലിയ അതിഭീകര ബ്ലീഡിങ്ങിനൊക്കെയുള്ള നല്ല സാധ്യതയുണ്ട്.